നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒത്തിരി ദിവസമായില്ലേ സെമി മൊഡാൾ കാണിച്ചിട്ട്. സെമി മൊഡാളിൻ്റെ സാരി, ചന്തേരി സിൽക്കിൻ്റെ സാരി, ഒരു നോർമൽ വെയർ സാരി, അങ്ങനെ കുറച്ച് സാരികളാണ് കാണിക്കുന്നത്. സെമി മൊഡാളിൻ്റെ ഈ മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ലിവ ബ്രാൻഡഡ് സാരിയാണ്. ഇതുണ്ടോ, ലിവ എന്ന് പറയുന്ന ബ്രാൻഡഡ് സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം. അത് കാണിക്കാം. അത് ഈ ഒരു മോഡൽ ആയിട്ട് സാമ്യതയുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മുന്താണി. ഈ വരുന്ന ഇതാണ് മുന്താണി. നല്ലൊരു കോമ്പിനേഷനാണ്. ബോഡിക്ക് വരുമ്പോൾ പീച്ചിൻ്റെയോ പിങ്കിൻ്റെയോ ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒനിയൻ പിങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പീച്ച് അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫ്ലോറലിന് പീച്ച് ഒരു ഷെയ്ഡ്, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡല്ലേ, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ബോഡി വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് സെമി മൊഡാൾ അറിയാമല്ലോ. സെമി മൊഡാൾ പ്യൂറിലേക്ക് പോകുമ്പോൾ 5000-ന് മേളിലേക്ക് റേറ്റുള്ള സാരിയാണ്. നമ്മൾ എന്തോരം സാരി സെമി മൊഡാൾ കൊടുത്തെന്ന് കണക്കില്ല, അതുപോലെ സാരികൾ കൊടുത്തതാണ് ഇഷ്ടം പോലെ. ഇതാണ് താഴത്തെ ബോർഡർ, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ തന്നെ. ഇതിൻ്റെ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ അതാണ് സൂപ്പർ. നല്ല വില മതിക്കുന്ന, വില തോന്നിക്കുന്ന സാരികളുടെ സ്റ്റഫ്. ഇതിൻ്റെ വില 1790 രൂപ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് കാണിച്ചതാണേലും നേരത്തെ വന്നിട്ടുള്ളതാണേലും ബ്ലൗസിൻ്റെയൊക്കെ കാര്യം എങ്ങനെയായിരുന്നെന്ന് മറന്നുപോയി. ബ്ലൗസ് വന്നിട്ട് ഇതേ ഇങ്ങനെ ചെറിയ പ്രിൻ്റ്, ബോഡിക്ക് ചെറിയ പ്രിൻ്റ്. മറ്റേത് വലിയ പ്രിൻ്റാണല്ലോ, ആ ചെറിയ പ്രിൻ്റ് വന്നിട്ട് അതേ സെയിം ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലാക്കോ പീച്ചോ ഒക്കെ അവനവൻ്റെ ഇതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. പക്ഷേ ഇടുമ്പോൾ ആ ഒരു സിൽക്ക് പോലത്തെ സിൽക്ക് ഫീലുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്ന ബ്ലൗസേ ഇടാവുള്ളൂ, വേറെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ. കാരണം ഇത് നല്ല സിൽക്ക് ടച്ചുള്ള സാരിയാണല്ലോ. സിൽക്ക് ടച്ചല്ല, സെമി മൊഡാൾ സിൽക്ക് ആണ്, പോലെയല്ല, ആണ്. ഞാൻ അതിൻ്റെ വേറൊരു ഷെയ്ഡ്, ഒരു പൗഡർ ബ്ലൂൻ്റെ ഒരു കളറ്. ഇതിൻ്റെ ബ്ലൗസിനെ ഇവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഒളിപ്പിച്ച് ആരാന്ന് ചോദിച്ചാൽ ആരാ? അടുത്ത സാരിയുടെ മുന്താണി കണ്ടോ, സൂപ്പറല്ലേ, നല്ല രസമല്ലേ മുന്താണി. ബ്ലൗസാണ് ഞാൻ തപ്പുന്നത്. മിക്കവാറും ഈ വീഡിയോ കട്ട് ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരിക്കാം. കാരണം ബ്ലൗസ് അത്രയ്ക്ക്. ബോഡി ഇങ്ങനെ കണ്ടോ, ഈ ഒരു ബോർഡറും ഇതുമൊക്കെ വരുന്നു. നല്ലൊരു ബോർഡറാണ് കേട്ടോ, ബോർഡർ വരുന്നു, നല്ലൊരു ബോർഡറാണ്. പിന്നെ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. ബ്ലൗസ് വന്നിട്ട് സെയിം ആണ്. പിന്നെ അതിനകത്ത് ഡിസൈനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് കണ്ടോ, ചെറിയ ഡിസൈൻ വരും. ബോഡിയിലോട്ട് വരുമ്പോൾ, ബ്ലൗസിലോട്ട് വരുമ്പോൾ ചെറിയ ഡിസൈൻ വരും. ബാക്കി ബോർഡറും കാര്യങ്ങളും എല്ലാം സെയിമാണ്. ഡിസൈൻ മാത്രം കുഞ്ഞിക്കാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ. നല്ല അല്ലേ, നല്ല സുഖം കേട്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ബോഡിക്ക് നല്ല ആണ്. പക്ഷേ സ്റ്റഫ് നല്ല സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ലുക്ക് സാരിക്ക് ഫുള്ള് കിട്ടും. ഇതാണ് ഇപ്പോൾ കാണിച്ച സാരി, കണ്ടോ. ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന സാരി. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ. മുന്താണി കാണിക്കണ്ടേ, ഇങ്ങനെ വരും മുന്താണി. കണ്ടോ, ഇതിന് ഇതാണ് കലങ്കാരി ഡിസൈനാണ് ഈ സാരിക്ക്. ബ്ലൗസ് കാണിക്കാം. ബോർഡർ ഇങ്ങനെ വന്നിട്ട് ഒരു ബോർഡർ, ബോഡിക്ക് ഒരു ഗ്രേയുടെ ഒരു ഷെയ്ഡ്. ബ്ലൗസ് ഇതിൻ്റെ വന്നിട്ട് കോൺട്രാസ്റ്റാണ്. ഇത് കണ്ടോ, ഈ വരുന്ന മെറൂൺ കളറില്ലേ, അതാണ് ബ്ലൗസായിട്ട് വരുന്നത്. ആ ബോർഡറുമായിട്ട്
നല്ല ഭംഗിയാണ്. അത് എനിക്കത് വിവരിച്ചു തരാനൊന്നും അറിയത്തില്ലെന്നല്ല, പറ്റുന്നില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഇത് ബോഡിയല്ല, ബോർഡർ, മുന്താണി കണ്ടോ. 1790 രൂപയാണ്. അതിൻ്റെയൊക്കെ കഴിഞ്ഞൊക്കെ നല്ല നല്ല സ്റ്റഫുമാണ്, നല്ല ഇടാനും നല്ല സുഖമാണ്. ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് കളർ. ഇത് ബ്രാൻഡഡ് സാരിയാണ്. നമ്മൾ ബ്രാൻഡഡ് ചുരിദാർ, ബ്രാൻഡഡ് കുർത്തി എന്നൊക്കെ പറയുന്ന പോലെ ബ്രാൻഡഡ് സാരിയാണ്. ലിവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സാരിയാണ്. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ലിവ. ബിർള, ആദിത്യ ബിർള, അവരുടെ മാനുഫാക്ചറിങ് അവരുടെ ബ്രാൻഡിൻ്റെ പേരാണ് ലിവ. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും, ഒരു ലൈൻസ് പോലെയാണ് കണ്ടോ, ഇങ്ങനൊരു ലൈൻ പോലെയാണ് ബ്ലൗസ്. മുന്താണിക്കൊരു പോച്ചമ്പള്ളി ടച്ച് ഉണ്ട്. ബോഡി ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വന്നിട്ട് ചിലതിന് കലങ്കാരി, ചിലതിന് അജ്രക്ക്, ചിലതിന് പോച്ചമ്പള്ളി, അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് ആ ഒരു സ്റ്റഫ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞോട്ടെ, സാരി ഫോൾ വെച്ചിട്ടേ ഉടുക്കാവൂ. കാരണം ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരികൾക്ക് പ്രത്യേകിച്ചും നമ്മൾ സാരി ഫോൾ എത്ര സമയമല്ലേ ബ്ലോക്കായിട്ട് നിന്ന് പോയി. സാരി ഫോൾ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ആ പ്ലീറ്റ്സ് എടുത്തിടുമ്പോൾ അതിന് ഭംഗി കിട്ടത്തുള്ളൂ. ഇത് സെപ്പറേറ്റ് ആണ് ബ്ലൗസ്, അതാദ്യമാണല്ലോ. ഇതിൻ്റെ മോഡലിൻ സാരി ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. എത്ര കാണിച്ചാലും ആർക്കും ഉണ്ടാവുകയില്ല, എന്തോരം കാണിച്ചാലും പോവും. കണ്ടോ മുന്താണി ഇങ്ങനെ, എന്ന രസമല്ലേ മുന്താണി കാണാൻ, കണ്ടോ നല്ല, അയ്യോ പിന്നെ എന്നാ രസമാണ് മുന്താണി. ബോഡി ഇങ്ങനെ, ബ്ലൗസ് എൻ്റെ ദൈവമേ, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ് ഞാൻ പറയുകയാണ്, ഇത് ഞങ്ങൾ കട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ ദിവസം ആരോ ഒരു സാരി, ഏത് സാരിയാന്ന് ഞാൻ എൻ്റെ സ്റ്റാഫിനെ കാണിച്ചു തന്നതാണ് ഈ മെസ്സേജ് വന്ന് കിടക്കുന്നത്. ബ്ലൗസൊക്കെ കട്ട് ചെയ്താൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടുള്ള കുഴപ്പം കേട്ടോ, സമയക്കുറവ് കൊണ്ടായിരിക്കാം, പിന്നെ എൻ്റെ വാചകവടിയും ഗുണം കൊണ്ടായിരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വാചകം കുറയ്ക്കാൻ ഇച്ചിരി ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പറയുന്നത് കേൾക്കത്തില്ല. നമ്മൾ എന്തിനാണ് ഓരോ ബ്ലൗസും ഇങ്ങനത്തെ ഫോൾഡിങ്ങിനകത്തുനിന്ന് എടുത്ത് കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്നാ? ഇതിങ്ങനെയാണ് വരുന്നത് എന്നാ, കട്ട് ചെയ്തായിരുന്നു വന്നത് എന്ന് പറയും. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോ കട്ട് ചെയ്ത് വരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് തന്നെയാണ് വരുന്നതെന്ന് പറയുന്ന കേട്ടോ. ഇത് കട്ട് ചെയ്താൽ വന്നിരിക്കുന്നത്, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. അത് തികയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 80-90 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നും ബ്ലൗസ് കണ്ടിട്ട്. ചിലപ്പോൾ 1 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അറിയത്തില്ല കേട്ടോ, അളന്ന് നോക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാൽ മതി, ഇത് ഏതിനും ചേരും. നല്ല ചന്തേരി സിൽക്കിൻ്റെ പ്യുവർ 1 മീറ്റർ അല്ലേ? ബ്ലൗസ് 1 മീറ്റർ കേട്ടോ, ബ്ലൗസ് 1 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ലിവയുടെ ബ്രാൻഡഡാണ്, ഇതെല്ലാം ലിവയുടെ ബ്രാൻഡഡ് സാധനങ്ങൾ വരുമ്പം അത്യാവശ്യം ക്വാളിറ്റി അല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തന്നെ സാധനങ്ങളെല്ലാം വരും. ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്. നല്ല മുന്താണിയാണ്, മുന്താണിക്കാണ് ആ ഗമ, ഭയങ്കര ലുക്ക് തോന്നുന്ന മുന്താണി അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഗമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും അല്ലല്ലേ. സുഖമാണ് ഭയങ്കര, ബോഡിക്ക് നല്ല സിൽക്കിൻ്റെ ആ ഒരു ഇതുമുണ്ട്, നല്ലൊരു സുഖവും കാര്യങ്ങളും ഒക്കെയാണ്. കണ്ടാലും നല്ലൊരു കുലീന ലുക്ക് ഉണ്ടാവും. ആ സാരിയുടെ തന്നെ സെയിം പ്രിൻ്റ് വ്യത്യാസം. ഇത് ബ്ലൗസ് ചാടി വരുന്നത്. അത് കൃത്യമായിട്ടൊന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു, ബ്ലൗസ് ചാടി വരുന്നത്. അല്ലാതെ കട്ട് ചെയ്യുന്ന നമ്മളല്ലെന്നുള്ളതിൻ്റെ ഇതുണ്ടോ. ഇതാ സാരി കൂന് പിടിച്ചു പോയതല്ല, അതങ്ങനെ സ്റ്റൈലിൽ നിൽക്കുന്നത്. ഇവിടുന്ന് വരുന്ന കമൻറ്റുകളെ ആക്ഷനാണേ. ഇതിന് മുമ്പിലത്തെ സാരി, ആക്ഷൻ. കണ്ടോ
മുന്താണി ഇങ്ങനെ, ബോഡി ഇങ്ങനെ. ഈ ബോർഡർ തന്നെയാണ് താഴെ, രണ്ടിടത്തും ഈ ബോർഡർ തന്നെ. ബ്ലൗസ് ബ്ലാക്ക്. ഇനി അതിൻ്റെ തന്നെ വ്യത്യാസമുണ്ട്. ചന്തേരി സിൽക്കിൽ, ഇതിൻ്റെ ഈ മോഡൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കാണിച്ചായിരുന്നേ. ചന്തേരി സിൽക്കിൽ നേവി ബ്ലൂ കളറേ, നേവി ബ്ലൂ കളറിൽ മുന്താണിൻ്റെ ഇങ്ങനെ വരും. ബോഡി ഇങ്ങനെ മാംഗോ പ്രിൻ്റ്, ഫുള്ള് ബോഡിയിൽ ഇങ്ങനെ മാംഗോ പ്രിൻ്റ്. മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇങ്ങനെ. കണ്ടോ, താഴത്തെ ബോർഡറിന് വീതിയുണ്ട്, മുകളിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി മാത്രമേ ഉള്ളൂ ബോർഡറായിട്ട്. ബ്ലൗസ് ഇത്തെ തന്നെയാണ്, അതിന് തന്നെയാണ് ബ്ലൗസ് അയിത്തെ തന്നെ ആക്കിയത്. അതങ്ങനെയാണ് വരുന്നത്, നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ഇത് കണ്ടോ, ഈ ഒരു മുന്താണിയുടെ കളറ് പ്ലെയിൻ ബ്ലൗസ്, ഒരു ബോർഡർ ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ മാംഗോ പ്രിൻ്റ്. ഇത് നമ്മുടെ നോർമൽ സാരി, ഡെയിലി വെയർ സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾക്ക് റഫ് യൂസോ എന്ത് യൂസ് വേണമെങ്കിലും ചെയ്യാവുന്ന, വെറുതെ അതിൻ്റെ വിലയില്ല, 1380 തോന്നുന്നു അതിൻ്റെ വില. ലാസ്റ്റ് കാണിച്ചതിൻ്റെ ഓരോന്നിനും ഓരോ വിലയാണോ? അതെ, മുടാളിനൊക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. കണ്ടോ, ചുമ്മാ സാരികളെന്ന് ഞാൻ പറയുന്നില്ല. ആ സാരി ഇപ്പോൾ ഈ ക്രീം ഷെയ്ഡിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. എന്നാന്നറിയോ, പ്ലെയിൻ ക്രീമേൽ വേറൊരു കളർ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അതിനൊരു ലുക്കാണ്. നമ്മളല്ലാതെ ഡിസൈൻസൊക്കെ ഉള്ളതിനോളം തന്നെ നല്ല ലുക്കാണ്. ഇത് വരും മുന്താണി. കണ്ടോ, ചെക്ക് മുന്താണി. ബ്ലൗസും ഈ ഒരു ചെക്ക് തന്നെ ബ്ലൗസ് അല്ലേ? അയ്യോ, അങ്ങനല്ല, തിരിഞ്ഞു പോയി. ബ്ലൗസാണ് ഞാൻ മുന്താണിയാണെന്നും പറഞ്ഞ് കാണി. സോറി കേട്ടോ, ഇതൊന്നും അറിയാതാണോ നിൽക്കുന്നതല്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിസൈൻ പോലെയാണ് മുന്താണി വരുന്നതെന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് മുന്താണി, ഇങ്ങനൊരു മുന്താണി. ഇത് വരും ബ്ലൗസ്. ഇത് രണ്ടും, ഈ മുന്താണിക്ക് വരുന്നതും ബ്ലൗസിന് വരുന്നതും ഈ ബോർഡർ തന്നെയാണ്. കണ്ടോ, ഈ ബോർഡർ തന്നെ. ഒരു ക്രീം ഇതേ കൂടെ ഒരു ചെറിയ ഇങ്ങോട്ട് നടിപ്പിച്ച് കാണിച്ച്, ഒരു സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ, അതാണ് ഇത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കിടന്നോളും. ഒരു ബുദ്ധിമുട്ടോ കാര്യം. 820 രൂപ, 820 രൂപ. അത് ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡായിരുന്നു. ഇത് വന്നിട്ട് നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ, ബോഡി ഇങ്ങനെ. കണ്ടോ, ചെറിയൊരു സിൽക്കി ഒരു ഇതൊക്കെയുണ്ട്. സെമി സിൽക്കി മെറ്റീരിയൽ, സോഫ്റ്റ് സിൽക്കി മെറ്റീരിയൽ. അത് എന്നാ കളറായിരുന്നു? ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡാണേ. ആ ബ്ലാക്കും മെറൂണും കൂടെ കൂടിയിട്ടുള്ള ഒരു ചെക്ക് ഈ ബോർഡറായിട്ട് വരുന്നത്. ഇതൊരു ഗ്രീൻ ബ്ലൂ ഉണ്ടോ, ഗ്രീന് ബ്ലൂ ബ്ലാക്ക്. മുന്താണി, ബ്ലൗസ്, ബോഡി. ചുമ്മാ സാരി, എത്ര റഫ്യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഡെയിലി ഉടുക്കാൻ നല്ലതാണ്, ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ പോകുമ്പോഴും നല്ലതാണ്, ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്, വലിയ പരിപാലനയൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്. മുന്താണി, ഇത് മുന്താണി കേട്ടോ, ഇവിടെ വരെ മുന്താണിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ മുന്താണി നിൽക്കുന്നത്. ബോഡി, ബ്ലൗസ് ഇത് നല്ലതായിരിക്കും. ആ ബ്ലൗസ് ഇവിടെ തയ്ച്ച് വന്നു കഴിയുമ്പം ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കണം. ലൈനിങ് ഇട്ട് തയ്ച്ച് നല്ല ഫിറ്റായിട്ടൊക്കെ ബ്ലൗസൊക്കെ തയ്ച്ച് ഇങ്ങനെ നല്ല ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ലുക്കുള്ളൊരു സാരി.
പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കളേഴ്സ് ഇപ്പം ഭയങ്കര ഡിമാൻഡായിട്ട് വരുന്നുമുണ്ടല്ലോ. തീർന്നില്ലേ? ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു. നിങ്ങൾ ഓർക്കും ഞാൻ എന്നെ ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഇന്നിപ്പം 3ാമത്തെ 4ാമത്തെ വീഡിയോയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ഓർക്കുന്നുണ്ട്. ചുമ്മാ നേരത്തെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കുണ്ട്. പറയുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു. അത് കേട്ടിട്ട് പലരും മെസ്സേജസുകളും കമൻസുകളും ഒക്കെ ഇടും. അത് നമുക്ക് വായിക്കുമ്പം നമ്മളൊരു ഫാമിലി മെമ്പറായി മാറിയ പോലെ, അല്ലെങ്കിൽ നമ്മൾക്കും ഒരു ഫാമിലി പുതിയൊരു ഫാമിലിയും കൂടെ ഉണ്ടായ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ ഇപ്പം എന്നാലും വർത്താനം കുറച്ചിട്ടുണ്ടെന്നും പറയാൻ നിങ്ങളെ സമ്മതിക്കത്തില്ലെന്നറിയാം. എന്നാലും ഞാനൊരു പൊടിക്ക് കുറച്ചു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. വർത്താനം പറയുന്നുണ്ടെങ്കിലും അതൊന്ന് സ്കിപ്പ് ചെയ്താലും, കാരണം പലതും ആ സാരിയെ പറ്റിയോ അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ പറ്റിയോ, ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഈ ബ്ലൗസ് കട്ട് ചെയ്ത് വന്നേക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ നീളം വണ്ണം വീതി പൊക്കോ ഇതൊക്കെ പറയുന്നതിനെ പറ്റിയോ കേൾക്കാതെ വന്നിട്ട് നമ്മളോട് വെറുതെ ആർഗ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നമ്മളിതെല്ലാം പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒത്തിരി വർത്താനം പറയുന്നതുകൊണ്ടായിരിക്കാം പലരും കാണാത്തത്. പക്ഷേ ഞാൻ വർത്താനം പറഞ്ഞാൽ പിണങ്ങുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ എനിക്ക് വർത്താനം പറയുന്ന സ്വഭാവമായതുകൊണ്ടും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഞാൻ വർത്താനം പറഞ്ഞു പോകും. അല്ലേ? ആണോ? എന്നാ കേട്ടിട്ടാ? എല്ലാം കേട്ടോ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.